ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ധ്യാന വിഷയം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61 അധ്യായം 1 വാക്യം. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. പ്രവാസകാലത്തെ കഷ്ടത നിറഞ്ഞ ജീവിതത്തിന് ശേഷം സ്വദേശത്തേക്ക് മടങ്ങി വന്ന ഇസ്രായേൽ ജനത കടുത്ത നിരാശയിലും ആകുലതകളിലുമായിരുന്നു. പലപ്പോഴും ദൈവത്തോട് മറുതലിച്ചും അനുസരണക്കേട് കാട്ടിയും ജീവിതം തള്ളി നീക്കി. ഈ ജനത്തിന് ഒരു വീണ്ടെടുപ്പിൻ്റെയും യഥാസ്ഥാനപ്പെടലിൻ്റെയും അനുഭവം ഉണ്ടെന്ന് ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് യെശയ്യാ പ്രവചന പുസ്തകം 61 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ച് തന്നെക്കുറിച്ചുള്ള പ്രവചനം നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നുവല്ലോ. ലൂക്കോസിൻ്റെ സുവിശേഷം 4 അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നസ്രയത്തിലെ സിനഗോഗിൽ വെച്ച് തൻ്റെ ദൗത്യം എന്താണെന്ന് കർത്താവ് ഈ വാക്യങ്ങളിൽ കൂടി വ്യക്തമാക്കുന്നു. സാമ്പത്തികവും രാഷ്ട്രീയവുമായി മാത്രമല്ല, ഭൗതികവും ആത്മീയവുമായ മോചനം, പാപികൾക്ക് രക്ഷ, ഹൃദയം തകർന്നവർക്ക് ആശ്വാസം, ദരിദ്രർക്ക് വിടുതൽ, ഇതെല്ലാം കർത്താവിൻ്റെ പദ്ധതിയായിരുന്നു. കൂടാതെ അന്ധർക്ക് പ്രകാശം, പിശാച് ബാധിതർക്ക് മോചനം, രോഗികൾക്ക് സൗഖ്യം, ഇതെല്ലാം യേശുക്രിസ്തുവിൽ ലഭ്യമാണ്. ഏത് പ്രതികൂലതകളുടെ നടുവിലായാലും ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിക്കുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ ലഭ്യമായ രക്ഷയുടെ അനുഭവത്തിലൂടെ മനുഷ്യവർഗത്തിൻ്റെ സ്വാതന്ത്ര്യവും യഥാസ്ഥാനപ്പെടലും ദൈവം വിഭാവനം ചെയ്യുന്നു. ഈ വചനത്തിൽ 3 വലിയ സന്ദേശങ്ങൾ നമുക്ക് കാണാം. 1. ഹൃദയം തകർന്നവരെ മുറികെട്ടുന്ന കർത്താവ്. ജീവിതത്തിൽ പലർക്കും ഹൃദയം തകരുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു. നിരാശ, പരാജയം, രോഗം, ബന്ധങ്ങളിൽ വന്ന വേദന, നഷ്ടങ്ങൾ, ഇവയെല്ലാം മനുഷ്യൻ്റെ ഹൃദയം തകർക്കുന്നതാണ്. ദൈവം പറയുന്നു, ഞാൻ തകർന്ന ഹൃദയങ്ങളെ സുഖപ്പെടുത്തുവാൻ വന്നിരിക്കുന്നു. നോമ്പ് ഉണർത്തിക്കുന്നതും ഓർമ്മപ്പെടുത്തുന്നതും സൗഖ്യദായക സമൂഹത്തിലേക്കുള്ള മുറിവേറ്റവരുടെ തിരിച്ചുവരവാണ്. സുഖപ്പെടുത്തലിൻ്റെ നിർമ്മലതയാണ് നോമ്പിൻ്റെ പുണ്യം. ലോകത്തിൻ്റെ മുറിവണക്കാനായി മുറിവേറ്റവനാണ്, മുറിയപ്പെട്ടവനാണ് ക്രിസ്തു. അവനിലൂടെയാണ് തിരിച്ചുപോക്കിൻ്റെയും മുറിവണക്കലിൻ്റെയും യെശയ്യാവിൻ്റെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത്. 2. തടവുകാർക്ക് വിടുതൽ പ്രഖ്യാപിക്കൽ. ഇവിടെ പറയുന്ന തടവ് ശാരീരിക തടവ് മാത്രമല്ല, ആത്മീയ തടവുമാകാം. മനുഷ്യൻ പല കാര്യങ്ങളുടെ അടിമത്തത്തിലേക്ക് നയിക്കപ്പെടുന്നു. പാപത്തിൻ്റെ അടിമത്വം, മോശം ശീലങ്ങളുടെ അടിമത്വം, കോപം, ഭയം, ഇവയൊക്കെ മനുഷ്യൻ്റെ ഉള്ളിൽ തടവുകാരനാക്കുന്നു. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് ഈ തടവുകളിൽ നിന്ന് നമ്മെ വിടുതൽ നൽകാനാണ്. വചനം നമ്മോട് പറയുന്നത് യേശുവിൽ സത്യമായ സ്വാതന്ത്ര്യം ഉണ്ടെന്നാണല്ലോ. 3. ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാൻ. ദൈവം നമ്മെ വിളിക്കുന്നത് പ്രത്യാശയുടെ സന്ദേശം പറയുവാനും സ്വാതന്ത്ര്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാനും നിരാശയിൽ കഴിയുന്നവരെ ഉയർത്താനുമാണ്. നമുക്ക് ലോകത്തിലോട് പറയേണ്ട സന്ദേശം ദൈവത്തിൽ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. ഉപവാസം, പ്രാർത്ഥന, സ്നേഹം എന്നിവ വഴി ഈ നോമ്പുകാലത്ത് നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ പങ്കാളികളാകാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയം സുഖപ്പെടുത്തണമേ. എൻ്റെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണമേ. നിൻ്റെ സ്വാതന്ത്ര്യം മറ്റുള്ളവരോട് അറിയിപ്പാൻ എന്നെ ഉപയോഗിക്കണമേ. ആമേൻ.